അടുക്കളയില്ലാത്ത പാചകത്തിലോട്ട്, അടുപ്പില്ലാത്ത പാചകത്തിലോട്ട് തന്നെ എടുക്കുക. നമുക്ക് അടുക്കള ഉപേക്ഷിക്കുക. അപ്പോൾ ഡോക്ടർ നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ? അപ്പോൾ നമുക്കിതില്ലേ ചോറിന് പകരം ഒരു ചോറ്, ചോറിന് പകരം ഒരു ചോറ്, പിന്നെ ഒരു ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റൊരു പായസം ഉപയോഗിക്കുന്നില്ല, പിന്നെ സ്വീറ്റ് സലാഡ്. കാര്യം അത്ര സമയം നമുക്കുള്ളൂ. കാരണം ഒരു വിഭവസമൃദ്ധമായിട്ടുള്ള വേണമെങ്കിൽ ഒരു സദ്യ നമുക്ക് ഉണ്ടാക്കാം. ഒരു 10-25 തരം വേവിക്കാത്ത സംഭവങ്ങളെല്ലാം കൂടി ചേർത്തിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന ചോറല്ലാത്ത ചോറിന് പകരം ചോറ്. എന്നാൽ ഇത് ചോറ് തന്നെയാണ്, അവലാണ് ഉപയോഗിക്കുന്നത്. അതെ, അവല് ഉപയോഗിച്ച വേറെ കുറച്ചിൽ ഈ വണ്ണം കുറയാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല സാധനം അവലാണ്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് പിന്നെ നോക്കാം എങ്ങനെ. കുറച്ച് അവല് ഇതൊരാൾക്ക് ആവശ്യമുള്ളൂ, ഇത്രേ ആവശ്യമുള്ളൂ. നമുക്ക് മറ്റേ സാധനങ്ങൾ വരുമ്പോൾ വലിയ ഗംഭീരം തന്നെയാണ്. അതെ. അപ്പോൾ കുറച്ച് ക്യാരറ്റ്. ഇതിലുപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഓർഗാനിക്കാണ്. ഇവിടെ നമ്മൾ ഊട്ടിയിൽ ഓർഗാനിക് ഫാമിൽ നിന്ന് വരുന്ന സാധനങ്ങൾ. തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ഇവിടെ ഞങ്ങൾ ഭക്ഷണം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം പറഞ്ഞെത്തിക്കുന്നതാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നു, ആൾക്കാർക്ക് ആവശ്യക്കാർ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ക്യാരറ്റായി. ഇനി അല്പം ക്യാബേജ് ചെറുതാക്കി മുറിച്ചിട്ട് നമുക്ക്. ക്യാബേജ് അല്ല, കുഞ്ഞു ക്യാബേജ്, നല്ല ഫ്രഷ് ക്യാബേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ തോരൻ വെച്ച കഴിച്ചിട്ട് അല്ലാണ്ട് കഴിക്കണം. പച്ച കഴിക്കണം. എനിക്കത് നല്ലതാണ് ഡോക്ടർ. അങ്ങനത്തെ പാതി വേവില് ഹാഫ് ബോയിൽ എല്ലാ സാധനവും ഹാഫ് ബോയിൽ കഴിക്കാൻ പറ്റില്ല. കഴിക്കാൻ പറ്റുന്ന സാധനം തിന്നാം. വേവിക്കാതെ തിന്നാൻ പറ്റും, വേവിക്കാതെ തിന്നാം. വേവിച്ച് കഴിക്കാൻ പറ്റും. പിന്നെ ഹാഫ് ബോയിലിൻ്റെ പ്രശ്നം വരുന്നില്ലേ? തക്കാളി എല്ലാം ഓരോന്നും മതി. ഒരാൾക്കുള്ള ഭക്ഷണമല്ലേ വേണ്ടു, ഒരാൾക്കുള്ള ഭക്ഷണമല്ലേ. തക്കാളിയെല്ലാം കുനുകുനായിട്ട് ചെറിയ ചെറിയ ബ്ലോക്ക് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. തക്കാളി ഇതും പോരെ ഭക്ഷണത്തിന്. ഇനി തേങ്ങ ചെറിയത്. ഇനി ഇത് മധുരമായിട്ട് വേണമെങ്കിൽ കഴിക്കാം, ഉപ്പ് ചേർത്ത് കഴിക്കാം. ഇത് നമുക്ക് ഇതിൽ മധുരമില്ലാത്ത സാധനം ഉണ്ടാക്കാം. ഇത് അല്പം കുരുമുളക് പൊടി. എരിവിന് ഉപ്പിന് എന്താ പറയുക? ടേബിൾ സാൾട്ട്. എന്താ ടേബിൾ സാൾട്ട് പറയാൻ കാരണം? മേശപ്പുറത്ത് വെക്കേണ്ട സാധനം, രുചി വേണ്ടവർക്ക് ഇത് കഴിക്കാനുള്ളതാണ്. അതാണ് ടേബിൾ സാൾട്ട്. അല്പം ചെറുനായി നീര്. ഇത് കൂട്ടി കഴിച്ചാൽ നമ്മൾ ഭക്ഷണമായി. അപ്പോൾ നമ്മുടെ ചോറ് പകരം ചോറിന് ചോറ് അവിൽ ചോറ് അത് റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ ഇളം വെണ്ടയ്ക്ക മുറിച്ചിടാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് മീലാണ്. അത് ചോറിന് വരെ ചോറ് അതായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒരു പായസം ഉണ്ടാക്കിയാലോ? നമുക്ക് പായസം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ചോറല്ലാത്ത ചോറ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പായസം. ഇപ്പോൾ പറയാം, നമ്മൾ റോബസ്റ്റ പഴമുണ്ട്, ശർക്കരയുണ്ട്, തേങ്ങാപ്പാലുണ്ട്, പിന്നെ നമ്മുടെ പപ്പായ പഴുത്തത്, പിന്നെ ഡേറ്റ്സ്, ഈത്തപ്പഴം. ഇതെല്ലാം ഇതിൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടെണ്ണം എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട സംഭവമാണ്. വേണമെങ്കിൽ നമ്മൾ പാചകത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ പാചകം ചെയ്യാനുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതൊക്കെ അഡീഷണൽ നമുക്ക് ഇതിൽ എന്തൊക്കെ ചേർക്കാം. ചക്കയുള്ള സമയത്ത് ചക്ക മുറിച്ചിടാം, ചക്ക കൊണ്ട് മാത്രം ചേർക്കാം, പപ്പായ കൊണ്ട് മാത്രം പായസം ഉണ്ടാക്കാം. ഇത് തന്നെ വേണമെന്നില്ല. നമുക്കിതിൽ അയ്യോ ഒന്ന് പപ്പായ ഇല്ല അപ്പോൾ എങ്ങനെ പായസം ഉണ്ടാക്കുക എന്ന് വിചാരിക്കരുത്. എന്ത് പായസം ഉണ്ടാക്കാം. അതെ, പാചകം അങ്ങനെ വേണ്ടത്. നമുക്ക് ഒന്നുമില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കരുത്. അത് ടേസ്റ്റ് പോലുള്ള പ്രശ്നമില്ല. അപ്പോൾ എങ്ങനെ സിമ്പിൾ പാചകം, എങ്ങനെ വേവിക്കാത്ത പായസമാണ്. അപ്പോൾ ഇത് ശരിക്കും എന്തൊരു ഗ്യാസ് വേണ്ട, നമ്മൾക്ക് ശരീരത്തിന് നല്ലതാണ്, പോക്കറ്റിനും നല്ലതാണ്. അപ്പോൾ പാചകം മറ്റേ റോബസ്റ്റ പഴം എടുക്കുമ്പോൾ ഈ അടിയിലുള്ള ഇത് ഉപയോഗിക്കരുത്. ഇത് ഉടഞ്ഞു ഈ മൂടുണ്ട്, അത് കളയണം. ഒരു പായസത്തിന് ഒരു ഗ്ലാസ് പായസത്തിന് ഒരു ഒറ്റപ്പഴം മതി. 1 ലിറ്റർ ഒരു നല്ല തേങ്ങ കൊണ്ട് 1 ലിറ്റർ പാലുണ്ടാക്കാം. അപ്പോൾ ഒരു 10 പേർക്ക് പായസത്തിൽ 1 കിലോ പഴം, പിന്നെ ഒരു 200 ഗ്രാം ശർക്കര, ഒരു തേങ്ങ നല്ല തേങ്ങ കൊണ്ട് 1 ലിറ്റർ പാലുണ്ടാക്കാം. ഒന്നാം പാൽ മാത്രമല്ലേ എടുക്കൂ? ഇത് 1 2 കണക്ക് ഒറ്റപ്പാൽ മൊത്തം പിഴിഞ്ഞങ്ങ് എടുക്കുക. രണ്ടാം പാൽ എടുക്കില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ, മിക്സിലിട്ട് അടിച്ചെടുത്താൽ പാല് ആയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇടിച്ചുടയ്ക്കാം. അതൊരു പരുവത്തിലാക്കാം നമുക്ക്. അപ്പോൾ ഇത് ഒരു പേസ്റ്റ് വരെയാക്കി നമ്മൾ ഇനി നമുക്കൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പാലൊഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ശരിക്കും ഒന്ന് കുഴച്ച് നല്ല മിക്സാക്കി നമുക്ക്
ഇത് നമ്മുടെ ശർക്കര, ഓർഗാനിക് കരിമ്പ് ശർക്കരയാണ്. കരിമീൻ ശർക്കര, രാസവളം ചെയ്യാത്ത കരിമ്പ് ശർക്കര. ഇത് നമ്മൾ വരുത്തിക്കുന്നതന്നെ. അതെ, ഓർഗാനിക് ശർക്കര, രാസവളം ഒന്നും ഇടാത്ത കരിമീന് നന്നായിട്ട് ഉണ്ടാക്കി എടുത്താണ്. ഓൾറെഡി ഇപ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടാവും. തേങ്ങാപ്പാലും നമ്മുടെ റോബസ്റ്റയും കൂടി ചെയ്തത് തന്നെ കുറച്ചുകൂടി നമ്മൾ ശർക്കര കിട്ടുന്നുണ്ട്. ശർക്കര ഇത് പ്രമേഹം അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല. നല്ല ശർക്കരയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കരിമ്പനീര് പ്രമേഹ രോഗത്തിന് നല്ല ഔഷധമാണ്. ഇനി നമുക്കിതിൽ ഉള്ള കാരം കൊണ്ടതിൽ കുറച്ച് പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. കടിക്കാൻ വേണ്ടിയിട്ട്. അതെ, ഒന്ന് പപ്പായ ഒന്ന് നുറുക്കി തരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട്. ഇതുപോലെ ചക്കയെ മാങ്ങയെ എന്ത് വേണം ഇടാം. മാമ്പഴം നമുക്ക് പ്രമേഹത്തിന് നല്ലതാണെന്ന് പറയണം. അത് മാമ്പഴത്തിന് മാത്രം കുഴപ്പമുണ്ട്. മധുരം ചക്ക തിന്നാന്ന് പറയുമ്പോൾ മാമ്പഴം കഴിക്കാൻ പറ്റില്ലേ? ശരിയല്ലേ, ഒരു പ്രശ്നമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സാധനം നാട്ടിലുണ്ടാവും, ഒരു സാധനത്തിന് ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഈത്തപ്പഴം ഇടാം. 2 പീസ് മതി. പിന്നെ ഇതിൽ അണ്ടിപ്പരിപ്പ് ചേർക്കാം, പിന്നെ ഏലക്ക ചേർക്കാം, ചെറിയ കഷ്ണങ്ങളാക്കുക. എല്ലാം കൂടി എടുത്ത് നമ്മുടെ പായസം. അപ്പോൾ നമ്മുടെ പായസം റെഡി. കാണുമ്പോൾ തന്നെ കൊതിയാനുണ്ട്. നമ്മുടെ പായസം റെഡി. അപ്പോൾ നമ്മൾ ചോറിന് വരെയുള്ള ചോറ്, നമ്മുടെ പായസം, ഇത് 2 റെഡിയാണ്. ഇനി അടുത്തത് നമ്മൾ ഇതെല്ലാം ഒന്നിച്ച് കഴിച്ചാൽ പോരെ? മതി, ഒന്നിച്ച് കഴിക്കാം. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മുടെ സാലഡ്, ഒരു സ്വീറ്റ് സലാഡ്. സ്വീറ്റ് സലാഡാണ് അടുത്ത. മധുരമുള്ള സാലഡ്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്.